ഹായ് ഹലോ വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നൈറ്റി ബിസിനസ്സിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ കൊറോണ കാലം വന്നത് മുതൽ നൈറ്റി ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ പുറത്തൊക്കെ പോയി കടയിൽ പോയി നൈറ്റി വാങ്ങിക്കാനൊന്നും ആരും മെനക്കേടില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും നൈറ്റി തയ്ക്കുന്നവരുടെ തന്നെയായിരിക്കും കൂടുതൽ പേരും വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റി ചെറുതായിട്ട് തയ്ക്കാൻ തുടങ്ങുന്നവരൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നത് നൈറ്റി തന്നെയായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു 200 രൂപ 350 400 വരെയുള്ള ആ ഒരു റേഞ്ചിലാണല്ലോ നമുക്ക് നോർമൽ നൈറ്റി ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, നൈറ്റി മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നൈറ്റി മെറ്റീരിയലിനൊക്കെ 100 രൂപ മുതൽ 120 140 ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് മെറ്റീരിയൽ കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും സ്റ്റിച്ചിങ്ങിൽ നൈറ്റി തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെയാണ് നമ്മൾ അടുത്ത വീട്ടിലുള്ളവർക്ക് കൊടുക്കും, ഫ്രണ്ട്സിന് കൊടുക്കും. അങ്ങനെയാണല്ലോ ഈ സ്റ്റിച്ചിങ്ങുകാരുടെ നൈറ്റിയൊക്കെ പോണത്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറേ പേരായി ഇപ്പോൾ വിളിക്കണു. നമ്മൾ ഈ നെറ്റിപ്പട്ടം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ വരുന്ന കമൻസും കോൾസും ഒക്കെ ബിസിനസ്സിനെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. നൈറ്റി എന്നല്ല, സ്റ്റിച്ചിങ്ങിൻ്റെ ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതൊക്കെ. അപ്പോൾ കുറേ പേരൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നൈറ്റി മെറ്റീരിയൽ എടുത്തു വെച്ചു, സ്റ്റിച്ച് ചെയ്ത് വെച്ചു, ഒരെണ്ണം പോലും പോകുന്നില്ല, ആകെ 1 2 പോയിട്ടുള്ളൂ, ഞാനിപ്പോൾ ബിഗിനറാണ്, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചേച്ചി കഷ്ടകാലം, ഞാനാണെങ്കിൽ കുറേ എടുത്തു വെക്കുകയും ചെയ്തു, സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു, അങ്ങനെ കുറേ പേര് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കാണ്, അതായത് നൈറ്റി ബിസിനസ് തുടങ്ങിയിട്ടും പച്ച പിടിക്കുന്നില്ല എന്ന് പറയുന്ന കുറച്ച് പേർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ സെയിൽസ് ഒക്കെ ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാനും അങ്ങനെ നൈറ്റി അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നൈറ്റി അങ്ങനെ സ്റ്റിച്ച് ചെയ്യാറില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഞാൻ നൈറ്റി ഇട്ടിട്ടുള്ളത് പ്രഗ്നൻസിയുടെ ടൈമിലും അതുപോലെ ഫീഡിങ് ആ ഒരു സമയത്താണ് നൈറ്റി ഇട്ടിട്ടുള്ളത്. അതും നാട്ടിലുള്ളപ്പോൾ ഒരു 5-6 months വരെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ഞാൻ നൈറ്റി യൂസ് ചെയ്യാറേ ഇല്ല. എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്തൊരു ഡ്രസ്സായിരുന്നു നൈറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കും നൈറ്റി തയ്ച്ചു തരുമെന്ന്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ഇവിടെ അപ്പാർട്ട്മെൻറ്റിലുള്ള 1-2 ആൻറ്റിമാരൊക്കെ ചോദിച്ചു നൈറ്റി തയ്ച്ച് തരാമോ എന്ന്. നൈറ്റി തയ്ച്ചിട്ടുണ്ട് കേട്ടോ, തയ്ച്ചിട്ടില്ല എന്നല്ല, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല നൈറ്റി തയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ആൻറ്റിമാർ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ 1-2 നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽ ഇറക്കി. അപ്പോൾ അതിൽ ആൻറ്റിമാർ ചോദിച്ചവർക്കൊക്കെ ഞാൻ 1-2 പീസ് നോർമൽ നൈറ്റി ആയിട്ട് തയ്ച്ചു കൊടുത്തു. അപ്പോൾ ബാക്കി മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ വെച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഏകദേശം ജോലിക്ക് പോകുന്നവരും എൻ്റെ ആ ഒരു ഏജിലുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രെൻഡാണല്ലോ ഇഷ്ടം. നോർമൽ നൈറ്റി ഇടാനായിട്ട് വലിയ താല്പര്യമുള്ളവരുണ്ടാവില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ തന്നെയാണ് ഞാൻ തയ്ച്ചത്. ഞാൻ തയ്ക്കാറുള്ളത് ഫ്രോക്ക് മോഡലാണ്. എനിക്ക് നൈറ്റി മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഞാൻ നൈറ്റി മെറ്റീരിയൽ വാങ്ങിക്കും, എന്നിട്ട് നൈറ്റി ആയിട്ട് തയ്ക്കില്ല. എനിക്കിഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ മോഡൽ ഡിസൈൻ അങ്ങനെയൊക്കെ ആയിട്ട് തയ്ക്കും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ബാക്കി മെറ്റീരിയൽ എല്ലാം ഇപ്പോൾ ആൻറ്റിമാർ ചോദിച്ചവർക്കൊക്കെ നോർമൽ നൈറ്റി കൊടുത്തതിന് ശേഷം ബാക്കി മെറ്റീരിയൽ ഫുള്ള് എനിക്കിഷ്ടമുള്ള പോലെയാണ് ഞാൻ തയ്ച്ചത് കേട്ടോ. അതായത് ഫ്രോക്ക് മോഡലൊക്കെ ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് വേണ്ടി തയ്ച്ചത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു നൈറ്റി ഫ്രോക്ക് മോഡൽ തയ്ച്ചിട്ടുള്ളതാണ് കണ്ടോ. ഇത് താഴെ ഞാനിത് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നെക്കിൽ താഴെ ഡിസൈൻ ഉള്ളതുകൊണ്ട് നെക്കിൽ ഒരു ഡിസൈനും കൊടുത്തിട്ടില്ല. നെക്ക് വെറുതെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കൈയിനും ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഒരു ഇലാസ്റ്റിക്കും 2 കൈയിനും ഇവിടെ ചെറിയൊരു ഇലാസ്റ്റിക്കും താഴെ ഇങ്ങനെ പ്ലീറ്റ്സും. അപ്പോൾ ഇത് ഫുൾ ലെങ്ത് ഇല്ല. ഞാൻ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ നൈറ്റി എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്ത് അല്ലേ. ഇത് ഞാൻ ഫ്രോക്ക് മോഡൽ തയ്ച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആംഗിൾ ലെങ്ത് എന്നൊക്കെ പറയില്ലേ, മുട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് എന്നാൽ എന്താ പറയുക, താഴെ വരെ കാലിൻ്റെ അറ്റം വരെ എത്താതെ കുറച്ച് കയറി നിൽക്കുന്ന ടൈപ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് നൈറ്റി ഫുള്ള് വരുമ്പോൾ നടക്കാനായിട്ട് ബുദ്ധിമുട്ടല്ലേ ഫുൾ ലെങ്ത്തിൽ. അപ്പം എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്കങ്ങനെ തട്ടി തടയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ താഴെ ഇട്ട് കൊടുത്തതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രീ ആണ്. ഫ്രോക്ക് മോഡൽ തയ്ക്കുമ്പോൾ നമുക്ക് ഇടാനായിട്ട് ഫ്രീ ആണ്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ഡിസൈന് നൈറ്റിയിൽ തയ്ച്ചു നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഈ ഒരു പ്ലേറ്റ്സ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ സമയത്ത് ഒരു ഫ്രോക്ക് ചെയ്ത നമ്മൾ സെറ്റ് സാരി വെച്ചിട്ട് ഞാനൊരു ചുരിദാർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എ ലൈനിൽ താഴെ അതേ മോഡൽ തന്നെയാണ്, കയ്യിന് ഇവിടെ ഇലാസ്റ്റിക് വെച്ചു എന്നേ ഉള്ളൂ. അപ്പം അതുപോലെയാണ് ഞാൻ ഒരു സെറ്റ് ചെയ്തത്.
പിന്നെ നമ്മൾ ചെയ്തത് കഫ്താൻ മോഡലാണ്. കഫ്താൻ മോഡൽ എല്ലാവർക്കും അറിയായിരിക്കും, വളരെ ഫ്രീ ആണ് ഇടാൻ, നല്ല രസമാണ് കേട്ടോ കഫ്താൻ്റെ നൈറ്റി ഇടാൽ. ഇത് കൂടുതൽ രാത്രി ഇടുന്നതായിരിക്കും സുഖം. ഞാൻ ബീനക്കാണ് വെച്ചത്. ഇവിടെ കണ്ടോ കഫ്താൻ്റെ മോഡൽ ഇങ്ങനെയാണ്. നമുക്ക് കൈ പ്രത്യേകിച്ച് അങ്ങനെ തയ്ക്കില്ലല്ലോ കഫ്താന്. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ഈ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കഫ്താൻ്റെ മോഡൽ, അറിയാലോ. ഇത് ഫുൾ ലെങ്ത് തന്നെയാണ് കേട്ടോ. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ കാലിൻ്റെ അറ്റം വരെ കൊടുത്തിട്ടില്ല, കുറച്ചൊന്ന് ഒരു 2 ഇഞ്ച് കയറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്. എപ്പോഴും ഫുൾ ലെങ്ത് വരുമ്പോൾ ഒന്നുകിൽ തട്ടിത്തടയോ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് കുറച്ച് കയറ്റി വെച്ചത്. അതാണ് കൂടുതൽ ഇടാൻ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഫുൾ ലെങ്ത് ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തയ്ച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുപോയി എന്ന് പറയാം. ഒരൊറ്റ ആകെ 1-2 പീസുകളെ ബാക്കിയുള്ളൂ. അപ്പോൾ കഫ്താൻ്റെ മോഡൽ എല്ലാവർക്കും അറിയുന്ന മോഡലാണ്. നമ്മൾ ഫ്രീ ആയിട്ട് 2 സൈഡ് മടക്കിയിട്ടിട്ട് സെൻറ്ററിലൊരു നമ്മുടെ വേസ്റ്റിൻ്റെ ഇടയിലൊരു ടൈറ്റ് കൊടുക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ നൈറ്റിയുടെ. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ ആകെ 1-2 മോഡലാണ് അവർ തയ്ച്ച് പഠിച്ചിട്ടുള്ളത്. ഇപ്പം നൈറ്റിയുടെ സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പം നൈറ്റി പഠിച്ചിട്ടുള്ളത് 1-2 മോഡലാണ്. അപ്പം അത് തന്നെയാണ് തയ്ച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അടുത്തുള്ളവരുടെ നിന്നൊക്കെ അവരുടെ നൈബേഴ്സൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ സെയിം മോഡൽ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, അവരുടെ നിന്ന് വാങ്ങിക്കണമെന്നില്ല. ഒന്നുകിൽ ആ മോഡൽ പിന്നെ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരേ മോഡലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നാശമായില്ല, അടുത്ത മോഡൽ അടുത്തത് അയാളുടെ നിന്ന് വാങ്ങിക്കുള്ളൂ. ഞാനിങ്ങനെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഒരേ ആൻസറാണ്. കാരണം നോർമൽ നൈറ്റി ആയിട്ട് ആർക്കും ഇഷ്ടമല്ല. ഏതെങ്കിലുമൊക്കെ മോഡൽസ് പുതിയ മോഡൽസ് ആയിട്ടുണ്ടോ, അങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ നൈറ്റി മെറ്റീരിയൽ ആണെന്ന് തോന്നാൻ പാടില്ല. അതുപോലെയുള്ള കുർത്തി ടോപ്സ് അങ്ങനെയൊക്കെ ചെയ്തു തരുമോ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് പോകും കേട്ടോ. ഞാൻ 1-2 മോഡലും കൂടെ കാണിച്ചു തരാം. ഇത് നൈറ്റിയുടെ നോർമൽ മോഡൽ തന്നെയാണ്, എല്ലാവരും എടുക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. ഫുൾ നമ്മൾ നെക്കും സ്ലീവും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇലാസ്റ്റിക് ഇടുന്നില്ലേ, നെക്കിൻ്റെയും സ്ലീവിൻ്റെയും ഇവിടെയൊക്കെ റൗണ്ട് നെക്ക് ഇലാസ്റ്റിക് നൈറ്റി എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ കയ്യിന് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നൈറ്റിയുടെ വീഡിയോസ് ഉണ്ട്. എൻ സ്റ്റൈൽ നൈറ്റീസിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നീക്ക് താഴെ തന്നെയാണ്, ഫ്രോക്ക് മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സമ്മർ ആണല്ലോ, അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇടാനായിട്ട് ഇഷ്ടം ഇങ്ങനെ കാറ്റ് കയറുന്ന ടൈപ്പ് നൈറ്റീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ നന്നായിട്ട് സെയിലായി പോയത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഞാൻ കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആവും. അപ്പം ഇങ്ങനെ ഒരു 3-4 മോഡൽസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തന്നെ സെയിം സൈസിലാണ് കൊടുത്തത് കേട്ടോ. ഞാൻ ഇതിൻ്റെ മോഡലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെക്കുന്ന ഒരു എ ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേ മോഡലാണ് ഇതിൻ്റെ സ്ലീവ് വെച്ചിട്ടുള്ളത്. നെക്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്ലീറ്റ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വണ്ണമുള്ളവർക്കൊക്കെ ടൈറ്റായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ താഴെ ഇതുപോലെ പ്ലീറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു 3-4 മോഡലാണ് ഞാൻ ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ ഇടാനായിട്ട് എൻ്റെ അതേ സൈസിൽ തന്നെ തയ്ക്കും, എന്നിട്ട് ബാക്കിയുള്ള തുണികളൊക്കെ വരുന്ന ഓർഡറിൽ തയ്ച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചൂടപ്പം പോലെ പോയത് വേണം പറയാൻ. നോർമൽ നൈറ്റി എന്നോട് ചോദിച്ചവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നോർമൽ നൈറ്റി ഞാൻ കാണിച്ചു കൊടുത്തവരൊന്നും എൻ്റെ ഇത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈനിൽ കൊടുത്തപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതായത് ഈ ഒരു ഫ്രോക്ക് മോഡൽ, ഒത്തിരി ലെങ്ത് അല്ലാതെ നീക്ക് താഴെ നിൽക്കുന്ന ടൈപ്പിലുള്ള ഫ്രോക്കാണ് കൂടുതലും പോയത്. അപ്പോൾ എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ പറയുന്നത് അതാണ് കേട്ടോ. നമ്മൾ എല്ലാവരും ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും അതിലൊരു വെറൈറ്റി ചെയ്യണം. കൂടുതൽ പേരും നൈറ്റീസിൽ വെറൈറ്റി കൊണ്ടുവരാൻ നോക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബിസിനസ് മുന്നോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് തോന്നിയ ഐഡിയ ആണ് നിങ്ങളോട് പറഞ്ഞത്. നാട്ടിൽ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഏതെങ്കിലും 1-2 ഒക്കെ തയ്ച്ചിട്ട് നിങ്ങളുടെ അളവിന് തയ്ച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ ഇങ്ങനത്തെ ഡിസൈൻ വേണോന്ന് ചോദിച്ചിട്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ തയ്ച്ചു കൊടുക്കുക. അങ്ങനെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരുപാട് തയ്ച്ച് വെക്കരുത്. നിങ്ങൾ 1-2 തയ്ച്ചിട്ട് നിങ്ങൾ സ്ഥിരം കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലോ നൈറ്റി ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ബാക്കിയുള്ളത് തയ്ച്ച് വെക്കാൻ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോൾ ചെയ്ത കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ എല്ലാം തയ്ച്ച് വെച്ചു. അപ്പം ഒരേ മോഡലാണ് തയ്ച്ച് വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അത് സെയിലാവണമെന്നില്ല. അപ്പോൾ പല എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളത് തയ്ക്കുകയാണെങ്കിൽ
അത് പെട്ടെന്ന് പോകുന്നതാണ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനിങ്ങനെ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്തിട്ടാണ് കൊടുക്കാറ്. അതുകൊണ്ടാണ് എൻ്റെ അങ്ങനെ പെട്ടെന്ന് സെയിലായി പോണത്. ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിലാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും നാട്ടിൽ ഇതൊന്നും മോടാൻ ചാൻസ് ഉണ്ടാവില്ല. അങ്ങനെയല്ല, നാട്ടിൽ ഇപ്പം എല്ലാവരും വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ നിങ്ങളത് ചോദിച്ച് നോക്കുക, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. 1-2 മോഡൽ എടുത്തിട്ട് ഒന്ന് കാണിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നൈറ്റി ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ എടുത്തത് തന്നെ എൻ്റെ ചൂടപ്പം പോലെ വിറ്റുപോയി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ, ഇപ്പോൾ ഈ കൊറോണ ടൈമിൽ എല്ലാവരും ഇങ്ങനെ തയ്ക്കുന്നവരുടെ തന്നെയാണ് കൂടുതലും നൈറ്റീസ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.